ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അടി താഴ്ചയിലേക്കാണ് വെള്ളം പോകുന്നത്. ഇതിലൂടെ എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. ഇതൊരു വലിയ മരങ്ങളാണ് ഇതൊക്കെ. നമ്മളിന്ന് പോകുന്നത് കാട്ടിനുള്ളിൽ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു 1.5 മുതലാണ്. ആരും അങ്ങനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകാനോ കഴിയാത്തൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതേ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇതുകൊണ്ട് ഇതാണ് കാടിനുള്ളിലെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കാടിനുള്ളിലെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങോട്ട് ആർക്കും അലൗഡല്ല. പിന്നെ നമ്മൾ ചോദിച്ചിട്ടൊക്കെയാണ് ഇതിലൂടെ വരുന്നത്. അങ്ങനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു ഇതല്ലാണത്. ഞാൻ കമ്പൂട്ട് എല്ലാ പ്രിപ്പറേഷനും ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ ഇതൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട്. റോഡിൻ്റെ ഒരു പൾസ്, റോഡിൻ്റെയൊക്കെ ഒരു പൾസ് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വരുന്നത്. ആരും അനുകരിക്കരുത്. ഇത് അങ്ങനെ പോകാൻ പറ്റിയൊരു സ്ഥലമേ അല്ല. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. കാട്ടിനുള്ളിൽ ഒരു വലിയ വെള്ളച്ചാട്ടം. വാവ്, എന്നാ വ്യൂ! ഏതാ വ്യൂ! ഇതേ താഴേക്ക് കാണുന്നുണ്ടോ? അതേ കാണുന്നത് പിന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇതേ സ്ഥലം. ഇതുണ്ടോ അവിടെ ഇതുപോലെ ഇതിൻ്റെക്കാളും 10 ഇരട്ടി ആഴത്തിലേക്കാണ് വെള്ളം പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. കണ്ടോ, ഇതാണ് വ്യൂ. ഞാൻ കുറച്ചും കൂടി സൈഡിലേക്ക് മാറിയിട്ട് കാണിച്ചു തരാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ മൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി വരുന്ന വഴിയിൽ. അതുപോലെ ദുർഘടം പിടിച്ച വഴിയായതുകൊണ്ട് മൈക്ക് കിട്ടിയില്ല. മതിയാ, ഞാൻ ഇതെങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇതൊക്കെ വലിയ മരങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഈ കാട്ടിനുള്ളിൽ ഒഴുക്കി വിട്ടേക്കാം. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോകുന്ന സാധനങ്ങളാണ്. ഇതുണ്ടല്ലോ, കല്ല് വലിയ കല്ലുകൾ എല്ലാം ഉണ്ട്. ഇതുണ്ട്, ഒഴുക്കുണ്ട് വെള്ളത്തിൻ്റെ. ഏതാ ഒഴുക്ക്! അടുത്ത മഴ വരുന്നതിന് മുമ്പ് വീട് പിടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പടവാകും. ഇതുകൊണ്ട് ഈ വഴിയാണ് ഞാൻ കയറി വന്നത്. ഇത് മൊത്തം കാടാണ്. ഇതുണ്ടോ, ഈ ഒരു വഴി കിടക്കുന്നുണ്ടോ? ഇതിലൂടെ വന്ന് അതിലൂടെ ഇറങ്ങിയാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾ ഓർക്കണം, ഈ വഴിയുടെ ഇത് ഇറക്കപ്പുറമാണ് ഫുള്ള്. ഒന്ന് കാല് ചവിട്ടിയാൽ തെന്നി താഴെ കിടക്കും. ഇതെന്ന് പറഞ്ഞാൽ കൊക്കയാണ്, മരണ കൊക്ക. വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അതുപോലെ ആഴമാണ്. ഞാൻ പിന്നെയും പറയുന്നത്, എനിക്ക് തോടിനോടുള്ള പരിചയവും നല്ല അറിവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നത്. ആരും വരരുത്. എക്സ്പീരിയൻസോ കണ്ടുപരിച്ചോ ഇല്ലാത്തവർ വെള്ളത്തിൽ ചാടാൻ വന്നാൽ പടമാവും. വേറൊന്നും പറയാനില്ല. ഇത് കണ്ടോ, ഞാൻ വരുന്ന വഴി തെന്നിയതാണ്. മുഴുവൻ ഒരു തെന്നൽ എന്നിട്ട് താഴെ പോയ കിടന്നു. ഇതിലൂടെ എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. ഇതൊരു 90 ഡിഗ്രി ചെരിവുള്ള സ്ഥലമാണ്.